രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി DMK ഈ കുടുംബത്തിൽ കടന്നുകൂടാനും ഇതിനെ തകർക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനും ശ്രമിച്ചു. ഇത് അവർ പല കുടുംബങ്ങളോടും ചെയ്തിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ എൻ്റെ ലക്ഷ്യം DMK അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നതാണ്. അതെ, ഭരിക്കാൻ യോഗ്യരല്ല. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ധാരണയുമില്ല. അദ്ദേഹം ഒരു കോലം മാത്രമാണ്. വിജയ് ഒരു രാഷ്ട്രീയ പുതുമുഖമാണ്. ADMK അധികാരത്തിൽ വരും. സമയം കണ്ടെത്തിയതിന് നന്ദി. സ്വാഗതം. എനിക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അച്ഛനുമായുള്ള വേർപിരിയലിനെ കുറിച്ച്. ഒരു പരിധിവരെ വോട്ടറെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒരു വശത്ത് പ്രസിഡന്റ്, മറുവശത്ത് സ്ഥാപകനും. അത് അല്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം അത് നിങ്ങൾക്കും വളരെ സങ്കടകരമായിരിക്കണം, വൈകാരികമായി വളരെ തളർത്തുന്നതാണ്. നോക്കൂ, ഇതുവരെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചിട്ടില്ല. നോക്കൂ, എൻ്റെ സ്ഥാപകൻ, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ സ്ഥാപകനുമായുള്ള പ്രശ്നം, ഈ പ്രശ്നം അടിസ്ഥാനപരമായി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി DMK ഇളക്കിവിട്ടതാണ്. കൂടാതെ പാർട്ടിയിൽ GK മണി എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം എൻ്റെ പാർട്ടിയുടെ മുൻ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം 25 വർഷം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം പാർട്ടിയെ വഞ്ചിച്ചു. കൂടാതെ അദ്ദേഹം ഒരു കടുത്ത DMK-കാരനാണ്. അദ്ദേഹം ശ്രീ സ്റ്റാലിൻ്റെ അടുത്ത സുഹൃത്താണ്. സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധിയുമായി വളരെ അടുപ്പത്തിലാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ മകൻ സിനിമാ ബിസിനസ്സിലാണ്. കൂടാതെ ഉദയനിധിയും അവരെല്ലാം സിനിമാ ബിസിനസ്സിലാണ്. അതുപോലെ അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി അവർ അക്ഷരാർത്ഥത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇളക്കിവിട്ടിരുന്നു. അതായത് എൻ്റെ നേതാവ്, എൻ്റെ അച്ഛൻ, എൻ്റെ പിതാവിന് 87 വയസ്സുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു 10 വയസ്സുള്ള കുട്ടിയെപ്പോലെയായി. അതുകൊണ്ട് അത് മുതലെടുത്ത് അവർ ചില പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ 30 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, നിങ്ങൾക്കറിയാം. ഇത് പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ എൻ്റെ 4ാം ഊഴമാണ്. അതെ ഞാൻ 5 വർഷം കേന്ദ്ര ക്യാബിനറ്റ് ആരോഗ്യമന്ത്രിയായിരുന്നു. എനിക്കിപ്പോൾ 57 വയസ്സുണ്ട്. എൻ്റെ സ്ഥാപകൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നെങ്കിലും കഴിഞ്ഞ 15-20 വർഷമായി ഈ പാർട്ടി നടത്തിക്കൊണ്ടു പോകുന്നത് ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ ഒരു പ്രശ്നം ഒരുപക്ഷെ കുടുംബത്തിലതുണ്ടാകാം, പക്ഷെ പാർട്ടി അത് ബാധിച്ചിട്ടില്ല. വാസ്തവത്തിൽ അത് എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് PMK നോക്കൂ, ഞങ്ങൾ 30 സീറ്റുകളിലോ അല്ലെങ്കിൽ 7-8 പാർലമെൻ്ററി സീറ്റുകളിലോ മാത്രമാണ് മത്സരിക്കുന്നത്. പക്ഷേ കൂടുതൽ കിട്ടിയാൽ ഞങ്ങൾക്ക് കൂടുതൽ ശതമാനം വോട്ടുകൾ നേടാൻ കഴിയും. നിങ്ങൾ 6 പതിനേത്ത് PMK എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തുടനീളമുള്ളതാണ്. എന്നാൽ നിങ്ങളത് 100 നിയോജക മണ്ഡലങ്ങളിലേക്ക് പരിമിതപ്പെടുത്തിയാൽ അത് 20% സ്ഥാനം. പക്ഷേ വൈകാരികമായി അതെ, ഞാൻ വൈകാരികമായി പൂർണ്ണമായും തളർന്നു. ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ ദുഷ്കരമായ സമയത്തിലൂടെ. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ്. പിന്നെ അച്ഛൻ വളരെ സങ്കടമുണ്ട്. എന്നെ കുറ്റപ്പെടുത്തുകയും ഇതാണ് അദ്ദേഹം ചെയ്തതെന്നും പിന്നെ ഇതെല്ലാം ഞാനും മറ്റ് കുടുംബാംഗങ്ങളും ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൽ നിന്ന് അത് വരുമ്പോൾ അത് ശരിക്കും വേദനാജനകമാണ്. കാരണം എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അദ്ദേഹത്തെ ആരാധനയോടെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. അതുപോലെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തോട് വളരെ വിശ്വസ്തനായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് എന്താണോ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തോടാണ്. പിന്നെ എൻ്റെ പാർട്ടിക്കുള്ള നയങ്ങൾ എന്തൊക്കെയാണോ അത് അദ്ദേഹം ഉള്ളത് കൊണ്ടാണ്. 47-45 വർഷം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയും പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ആദർശവാദിയാണ്. അദ്ദേഹം ഒരു നേതാവ് മാത്രമല്ല, അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. അദ്ദേഹം സാമൂഹ്യ നീതിയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, കൃഷിയിൽ. അതെ, ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ട്. അതെ, തമിഴ്നാടിൻ്റെ പ്രത്യേക കാർഷിക ബജറ്റ് എന്നത് അദ്ദേഹം തുടങ്ങി വെച്ചതാണ്. അതെ, 19 വർഷം അദ്ദേഹം അതിനായി പോരാടി. ഇപ്പോൾ സർക്കാർ, അതായത് ഞാനൊരു മന്ത്രിയായിരുന്നു, ഞാൻ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഈ ചിത്രത്തോടു കൂടിയ മുന്നറിയിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗുഡ്ക നിരോധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമായിരുന്നു, അദ്ദേഹത്തിൻ്റെ നയമായിരുന്നു. ഞാൻ ദേശീയ ഗ്രാമീണാരോഗ്യ ദൗത്യം കൊണ്ടുവന്നു. ഞാൻ 108 ആംബുലൻസുകളും രാജ്യത്തുടനീളം 10 ലക്ഷം ആശാപ്രവർത്തകരെയും കൊണ്ടുവന്നു. ഗ്രാമീണ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു.
അതാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് അത് എനിക്ക് വേണ്ടി ഈ പ്രക്രിയകൾക്ക് തുടക്കമിട്ടു. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് രാജ്യത്തിന് വേണ്ടി കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് തിരികെ വരുമ്പോൾ അത് വളരെ വളരെ വേദനാജനകമാണ്. അതായത് ആരോ ഒരാൾ, ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം എൻ്റെ അച്ഛനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകനാണ്. കൂടാതെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി DMK ഈ കുടുംബത്തിൽ കടന്നു കയറാനും ഇത് തകർക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനും ശ്രമിച്ചു. അത് അവർ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പല കുടുംബങ്ങളോടും ചെയ്തിട്ടുള്ളതാണ്. DMKക്ക് ഇത് ചെയ്യുന്നത് നാണക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ DMKയെ പൂർണ്ണമായും എതിർക്കുന്നത്. ഞാൻ DMKയെ പൂർണ്ണമായും എതിർക്കുകയാണ്. DMKയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കൂടാതെ ഈ പ്രാവശ്യം മാത്രമല്ല, അവർക്കൊരിക്കലും തിരികെ വരാൻ കഴിയില്ല. 2021 മുതൽ ഇന്ന് വരെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് വ്യക്തമായും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ജാതി വിഭാഗങ്ങളിൽ ഒന്നിനെയാണ്. 12 മുതൽ 30% വരെ. നിങ്ങൾ എന്നെ ഒരു ജാതി വിഭാഗത്തിലോ ഒരു ജാതി പാർട്ടിയിലോ ഒതുക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പോരാടിയിട്ടുള്ളത്. അതെ, ഞങ്ങൾ പോരാടിയിട്ടുണ്ട്. ആന്തരിക സംവരണങ്ങൾ നോക്കൂ, ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ പട്ടികജാതിക്കാർക്കായി സംവരണം കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ ജാതി എന്ന് പറയുമ്പോൾ പട്ടികജാതിയായി എന്നെയും ഉൾപ്പെടുത്തുന്നു എന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് തമിഴ്നാട്ടിൽ എൻ്റെ നേതാവ് 4 സംവരണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഏറ്റവും പിന്നോക്ക വിഭാഗം 20%. അതിൽ 115 ജാതികളുണ്ട്. അതുകൊണ്ട് എൻ്റെ പാർട്ടിയെ ഒരു ജാതിയിൽ മാത്രം ഒതുക്കരുത്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഈ പാർട്ടി മുൻപ് വണ്ണിയാർ സംഘമായിരുന്നു. BJP RSS ആയിരുന്നത്, പിന്നീട് BJP ആയതുപോലെ. അതുകൊണ്ട് ഇത് വണ്ണിയാർ സംഘമായിരുന്നു, ഒരു പാർട്ടിയായി മാറി. പക്ഷേ പ്രധാനമായും അവരിൽ ഭൂരിഭാഗവും കർഷകരാണ്. അതുപോലെ പക്ഷേ ഞങ്ങൾ എല്ലാ ജാതിയെയും ശരി, കാര്യം മനസ്സിലായി. അതുകൊണ്ട് സാമൂഹിക നീതി, അതുപോലെ 2021 തെരഞ്ഞെടുപ്പിൽ സ്ട്രൈക്ക് റേറ്റ് അത്ര ഉയർന്നതായിരുന്നില്ല. നിങ്ങൾ മത്സരിച്ച 23-ൽ 5 എണ്ണം. ഇപ്പോൾ സീറ്റുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. 2 കാര്യങ്ങൾ. അത് ജാതി എന്ന ഘടകം ഇപ്പോൾ അത്ര പ്രാധാന്യമുള്ളതല്ലേ? നിങ്ങൾ വ്യക്തമായും അവരെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജാതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ജാതി അടിസ്ഥാനത്തിലുള്ള പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗത്തിന്റെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും അതുകൊണ്ടാണെന്നും മാത്രമാണ് ഞാൻ പറയുന്നത്. വിജയെ പോലൊരു ഘടകം കടന്നു വരികയും നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ യുവാക്കളും ജാതിക്കും മതത്തിനും അതീതമായി വോട്ട് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഇതുപോലൊരു തിരഞ്ഞെടുപ്പിൽ അതൊരു ഘടകമല്ലാതായി മാറിയോ? നോക്കൂ, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തുടനീളം ജാതി ഒരു ദൈനംദിന ഘടകമാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അത് ജോലിസ്ഥലത്തുണ്ട്. അതൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ അവിടെ ജാതിയുണ്ട്. നിങ്ങളൊരു പെട്രോൾ പമ്പിൽ പോയാൽ അവിടെയുണ്ട്. ദിവസവും രാവിലെ മുതൽ രാത്രി വരെ എല്ലാം ജാതിയാണ്. ജാതിരഹിത സമൂഹത്തെക്കുറിച്ചോ ഈ മതപരമായ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിലും എല്ലായിടത്തും അതുണ്ട്. അതങ്ങനെ അവിടെയുണ്ട്. ഇതെങ്ങനെ തകർക്കും? അപ്പോൾ ഞാനും ഒരു ലേഖനം എഴുതിയിരുന്നു, പ്രണയ് ഹിന്ദുവിൽ, അല്ലേ? പേരിൽ എന്തിരിക്കുന്നു? നിങ്ങൾ ആ ലേഖനം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. നിങ്ങൾ പ്രണയ് റോയ് എന്ന് പറഞ്ഞതായി ഞാൻ പരാമർശിച്ചു. റോയ് ഒരു ജാതി പേരാണ്. പ്രണബ് മുഖർജി, മമത ബാനർജി ഒരു ജാതി ഇപ്പോൾ വെങ്കയ്യ നായിഡു എന്നത് ഒരു ജാതി പേരാണ്. അതുകൊണ്ട് ഓരോ ഉത്തരേന്ത്യൻ നേതാവിനും അവരുടെ പേരിനൊപ്പം ഒരു ജാതി പേരുമുണ്ട്. പക്ഷേ എൻ്റെ പേര് അൻകുമണി രാംദാസ്, എൻ്റെ പേരിൽ ജാതിയില്ല. എൻ്റെ അച്ഛൻ രാംദാസ്, സഞ്ജീവ റാവു രാംദാസ്. പക്ഷേ എൻ്റെ മുത്തച്ഛന് ഒരു ജാതി പേരുണ്ടായിരുന്നു, സഞ്ജീവ റാവു ഗൗണ്ടർ. അപ്പോൾ എല്ലായിടത്തും അതുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിജയിൻ്റെ പാർട്ടിയിൽ പോലും വണ്ണിയർമാർക്ക് പ്രാമുഖ്യമുള്ളിടത്ത് അദ്ദേഹം ഒരു വണ്ണിയർക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. മുതലിയാർമാർക്ക് പ്രാമുഖ്യമുള്ളിടത്ത് അദ്ദേഹം ഒരു മുതലിയാർക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. ദേവർമാർക്ക് പ്രാമുഖ്യമുള്ളിടത്ത് അദ്ദേഹം ഒരു ദേവർക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പുറത്ത് പൊതുജനമധ്യത്തിൽ സംസാരിക്കാൻ കഴിയും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇതാണ് സ്ഥിതി. DMK അവിടെ പ്രബല ജാതിക്ക് സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അവരവിടെ ഒരു പ്രബല ജാതിക്ക് ഒരു ജില്ലാ സെക്രട്ടറിയെ നൽകിയിട്ടുണ്ട്. അവർക്കിവിടെ മറിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന പോലെ. എന്നാൽ തിരികെ വന്നാൽ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം, എൻ്റെ പാർട്ടിയുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം സാമൂഹിക നീതിയാണ്. ഞങ്ങൾ കൂടുതൽ ഇടതുപക്ഷത്തേക്ക് ചായുള്ള ഒരു സെൻട്രൽ പാർട്ടിയാണ് സാമൂഹിക, അതായത് ഇടതുപക്ഷത്തേക്ക് ചായുള്ള സോഷ്യൽ ഡെമോക്രാറ്റ്, ഇടതുപക്ഷത്തേക്ക് ചായുള്ള. എന്നാൽ ഞങ്ങളുടെ സഖ്യമാണെങ്കിലും ഒരു സഖ്യം എന്ന നിലയിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ച് മറക്കുന്നില്ല.
ഈ തെരഞ്ഞെടുപ്പിലെ എൻ്റെ ലക്ഷ്യം DMK അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്നതാണ്. അതെ, ഭരിക്കാൻ യോഗ്യരല്ല. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ഒരു എത്തും പിടിയുമില്ല. അദ്ദേഹം വെറും ഒരു പ്രതിരൂപമാണ്, അത്രയേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഒരു എത്തും പിടിയുമില്ല. ഞാനൊരു സംഭവം ഓർക്കുന്നു. ഒരു ജാപ്പനീസ് കമ്പനി തമിഴ്നാട്ടിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിച്ചു. അപ്പോൾ ഒരു വലിയ വ്യവസായി ആ വ്യക്തിയെ, മുഖ്യമന്ത്രിയെ കാണാൻ കൊണ്ടുപോയി. അവരുടെ കൂടിക്കാഴ്ച 20 മിനിറ്റ് ആയിരുന്നു. മുഖ്യമന്ത്രി 2 വാക്കുകൾ മാത്രം സംസാരിച്ചു, വണക്കം, പിന്നെ യോഗത്തിൻ്റെ അവസാനം താങ്ക് യു. 20 മിനിറ്റിൽ വെറും 2 വാക്കുകൾ. ആ ജാപ്പനീസ് മാനൻ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ 2000 കോടി നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയ ആ വ്യവസായിയോട് അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്, ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല, എനിക്കിവിടെ നിക്ഷേപിക്കാൻ താല്പര്യമില്ല. അദ്ദേഹം ആന്ധ്രയിലേക്ക് പോയി. ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്തു. 99 വർഷത്തേക്ക് ഏക്കറിന് 99 രൂപയ്ക്ക് പാട്ടം നൽകി. 99 പൈസ. അങ്ങനെയാണ് നിക്ഷേപങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഒരു മുഖ്യമന്ത്രി ഉള്ളത്. എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു ധാരണയുമില്ലാത്ത, എന്നിട്ട് അദ്ദേഹത്തെ വെറുതെ ഉപയോഗിക്കുകയാണ്. അത്രയേ ഉള്ളൂ. നിങ്ങളൊരു വിശാല സഖ്യത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പ്രാദേശികമായ അഭിലാഷങ്ങളെ ദേശീയ താല്പര്യങ്ങളുമായി എങ്ങനെയാണ് നിങ്ങൾ സന്തുലിതമാക്കുന്നത്? ഉദാഹരണത്തിന് നീറ്റ്. നിങ്ങൾ അതിനെതിരായിരുന്നു. BJP അതിന് പൂർണ്ണമായും അനുകൂലമാണ്. AIADMK അതിന്റെ നിലപാടിൽ പരിണമിക്കുകയും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യുവ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഏത് സന്ദേശം കേൾക്കണം, അല്ലെങ്കിൽ ആരെയാണ് കേൾക്കേണ്ടത് എന്നതിൽ അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കില്ലേ? കഴിഞ്ഞ തവണ 2021 DMK അധികാരത്തിൽ വന്നത് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ നീറ്റ് നിർത്തലാക്കും, അതിൻ്റെ വഴി എന്താണെന്നും അതിൻ്റെ രഹസ്യം എന്താണെന്നും ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അച്ഛനും മകനും ഇതിനുവേണ്ടി കഠിനമായി പ്രചാരണം നടത്തുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ നീറ്റ് കാരണം 50 പേർ മരിച്ചു, 50 വിദ്യാർത്ഥികൾ മരിച്ചു. നീറ്റ് തീർച്ചയായും ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. അത് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അത് സംസ്ഥാനത്തിൻ്റെ നയത്തിന് വിട്ടുകൊടുക്കുക. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ നയമുണ്ട്. ഞങ്ങൾക്ക് നീറ്റ് ആവശ്യമില്ല. നീറ്റ് ഗ്രാമീണ വിരുദ്ധമാണ്, പാവപ്പെട്ടവർക്കെതിരാണ്, സാമൂഹിക നീതിക്ക് വിരുദ്ധമാണ്. പക്ഷേ ഇത് ഒരു സംവിധാനമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നിർഭാഗ്യവശാൽ സുപ്രീം കോടതി ഇത് ഏറ്റെടുക്കുന്നില്ല. കേന്ദ്ര സർക്കാർ, BJP സർക്കാർ, അവർക്ക് അവരുടേതായ നയങ്ങളുണ്ട്. ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഒരു നയമെന്ന നിലയിൽ നിങ്ങൾ തമിഴ്നാടിനെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ കുറഞ്ഞത് പറയുന്നു. തമിഴ്നാട് സർക്കാർ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനു മുൻപത്തെ സർക്കാർ പോലും, AIADMK സർക്കാർ, നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. അത് കേന്ദ്രത്തിൽ അവിടെ കെട്ടിക്കിടക്കാൻ. പക്ഷേ അപ്പോൾ ഒരു BJP സർക്കാർ എന്ന നിലയിൽ അവരുടെ നയങ്ങൾ, എന്നാൽ ഈ നീറ്റ് തുടങ്ങിയത് കോൺഗ്രസ് ആണ്, പിന്നെ അത് DMK പിന്തുടർന്നു. ഞാൻ ഉദ്ദേശിച്ചത് BJP പിന്തുടർന്നു എന്നാണ്. കോൺഗ്രസ് ഈ നീറ്റ് കൊണ്ടുവന്നപ്പോൾ DMK സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഈ നീറ്റ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ DMKയ്ക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഞാൻ വർഷങ്ങളായി നിങ്ങളുടെ റെക്കോർഡ് വളരെ അടുത്തു നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ നയരൂപീകരണത്തിൽ ചില പ്രധാന സ്ഥാനങ്ങൾ നേടുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നെ നിങ്ങളുമായി എപ്പോഴും ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഒരു ഡാറ്റ മാനാൻ എന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു അനാലിറ്റിക്കൽ വ്യക്തിയാണ്. അപ്പോൾ ഉദാഹരണത്തിന് പോളുകളുടെ വിശകലനം നോക്കുമ്പോൾ അതിൽ പലതും നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. നിങ്ങളും ഒരുപാട് ചെയ്യുന്നുണ്ടാകും. DMK ആശ്രയിക്കുന്ന പ്രധാന കാര്യം നിങ്ങളും വിജയും തമ്മിലുള്ള പ്രതിപക്ഷ വോട്ടുകളുടെ വിഭജനമാണ്. വിജയ്ക്ക് കൂടുതൽ കിട്ടിയാൽ, അദ്ദേഹത്തിന് ഒരുപാട് കിട്ടിയാൽ അത് അവർക്ക് ദോഷമാണ്. നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയാൽ ഒരു 50-50 അവർക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അക്കാദമികമായി മാത്രം ചോദിക്കുകയാണെങ്കിൽ ആരാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം? വിജയ് പരാജയപ്പെടുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രസംഗങ്ങളിലെ പ്രധാന വ്യക്തി അദ്ദേഹമാണോ അതോ DMK ആണോ? അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെയാണ് സന്തുലിതമാക്കുന്നത്? എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും വിജയെക്കുറിച്ച് ഒരു പരാമർശവും. അപ്പോൾ നിങ്ങൾ ചെയ്യാറില്ല? ഇല്ല, ഒരു തവണ പോലും ഇല്ല. അപ്പോൾ അയാൾക്ക് ഒരുപക്ഷെ നന്നായി ചെയ്യാൻ കഴിഞ്ഞേക്കും. അതോടെ അത് തീരും. ഇല്ല, അത് തന്നെയാണ് മുഴുവൻ കാര്യവും. അതുകൊണ്ട് DMK എന്നത് പൂർണ്ണമായും DMK മാത്രമാണ്. ശരി, വിജയ് രാഷ്ട്രീയത്തിൽ ഒരു പുതുമുഖമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് പിന്തുണയുണ്ട്. അദ്ദേഹത്തിന് ഒരു ആരാധക വൃന്ദമുണ്ട്. ഞങ്ങൾ ചുറ്റി സഞ്ചരിക്കാറുണ്ട്. അതെ, അദ്ദേഹത്തിനൊരു ആരാധക വൃന്ദമുണ്ട്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർ അദ്ദേഹത്തോട് ചായവുള്ളവരാണ്. അതെ. കൂടാതെ
ആദ്യമായി വോട്ട് ചെയ്യുന്നവർ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു വിഭാഗമാണ്. ഞാനതിനെ ഒരു വലിയ വിഭാഗം എന്ന് വിളിക്കുന്നില്ല, അവരൊരു വിഭാഗമാണ്. കൂടാതെ അതുപോലെയാണ് അവരെല്ലാവരും ഞങ്ങളുടെ അനാലിറ്റിക് കാര്യം എടുത്തപ്പോൾ അവർ പറഞ്ഞത് ആദ്യമായി വോട്ട് ചെയ്യുന്നവരിൽ ഏകദേശം 40-42% പേർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തേക്കാമെന്നാണ്. അതുകൊണ്ട് കൂടാതെ പക്ഷേ ADMK എത്ര കിട്ടുന്നുണ്ടെന്നോ DMK എത്ര കിട്ടുന്നുണ്ടെന്നോ പുറത്തു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ അതെ അതെ, അത് നിങ്ങളോട് അത് വെളിപ്പെടുത്താൻ. പക്ഷേ അതേസമയം വിജയ് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു തുടക്കക്കാരനാണ്. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആളുകൾക്കറിയില്ല. അദ്ദേഹം ഇന്ന് വരെ താഴെത്തട്ടിൽ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം വെറുതെ ബസ്സുകളിൽ പുറത്ത് പ്രചാരണം നടത്തുന്നു, അങ്ങനെയൊക്കെ. തൻ്റെ പാർട്ടി തുടങ്ങിയത് മുതൽ അദ്ദേഹം റോഡിൽ ഒരടി പോലും വെച്ചിട്ടില്ല. അതൊരു വിഷയമായി തോന്നുന്നില്ല. ആളുകളെല്ലാം പറയുന്നു മാറ്റം വിജയ് ഞങ്ങൾക്ക് വേണമെന്ന്. ഞാൻ അത് തന്നെയാണ് പ്രധാന കാര്യം. എനിക്കറിയാം, ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. നോക്കൂ, തമിഴ്നാട് സിനിമ, രാഷ്ട്രീയം, ശരി, അവ കയ്യുറയും പോലെ ഒരുമിച്ച് പോകുന്നത്. നിങ്ങളെന്താ സിനിമയിൽ ചേരാതിരുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ആരും എന്നോട് അഭിനയിക്കാൻ ആവശ്യപ്പെട്ടില്ല. അതുപോലെ അപ്പോൾ അത് തന്നെയാണ് പ്രധാന കാര്യം. നോക്കൂ, അത് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്നത്ര വോട്ടുകളായി മാറാൻ പോകുന്നില്ല. അതേസമയം വിജയ് എല്ലാ പ്രോ DMK വോട്ടുകളും പിടിച്ചെടുക്കും. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു സമ്മിശ്ര വികാരം ഉണ്ടാകാമെന്ന് എനിക്കറിയാം. ഇല്ല, പക്ഷേ ഞാൻ ഡാറ്റയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്നെക്കുറിച്ചല്ല. പക്ഷേ താഴെത്തട്ടിൽ എനിക്കത് കാണാൻ കഴിഞ്ഞു. അതുപോലെ എനിക്കത് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം നിങ്ങളുമായി പങ്കുവെക്കുന്ന ആ ഭരണവിരുദ്ധ വികാരം ഇല്ല, അങ്ങനെ അതൊരു ആശങ്കയല്ലേ? അത്രയ്ക്കില്ല. ശരി, നോക്കൂ, നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ഡാറ്റയാണ്. അതെ, ഓക്കെ, ശരി, അതെ. നോക്കൂ, ന്യൂനപക്ഷ വോട്ടുകൾ അത് ഉറപ്പായും DMKക്ക് പോകുന്നത് അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. അതുപോലെ പട്ടികജാതി വോട്ടുകൾ വിജയിൻ്റെ പ്രധാന വോട്ട് ബാങ്ക് പട്ടികജാതിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് കാണുന്നത്, അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കിൻ്റെ 50% പട്ടികജാതിക്കാരാണ്. 50%. അപ്പോൾ പിന്നെ എന്തുകൊണ്ട്? കാരണം നോക്കൂ, ഞാൻ വെറുതെ ഒരുപക്ഷെ എനിക്ക് തെറ്റുപറ്റിയേക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു വിശദീകരണം തരാം. ഇന്ത്യയിൽ ഉടനീളമുള്ള, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ പട്ടികജാതി സമൂഹം, അതുപോലെ അവർ സാമൂഹികമായി തിരുമാവളവനുമായി, VCK തിരുമാവളവനുമായി താതാത്മ്യം പ്രാപിക്കുന്നു. അതുപോലെ ആളുകൾ പറയുന്നത് ആ പാർട്ടിയിൽ നിങ്ങളൊരു പട്ടികജാതിക്കാരനാണ് എന്നാണ്. എന്നാൽ അതേ പട്ടികജാതിക്കാർ വിജയുമായി താതാത്മ്യം പ്രാപിച്ചാൽ അവർ ആ വ്യക്തിയെ ഒരു പട്ടികജാതിക്കാരനായി കാണുന്നില്ല. അതുകൊണ്ട് ആ ഒരു സാമൂഹിക വികാരം അവിടെയുണ്ട്. അതുകൊണ്ടാണ് തിരുമാവളവിൽ നിന്ന് ഒരുപാട് ആളുകൾ വിജയൻ്റെ അടുത്തേക്ക് മാറുന്നത്. അവർക്ക് സമൂഹം അവരെ ബഹുമാനിക്കാൻ വേണ്ടി. നിർഭാഗ്യവശാൽ ഇവിടുത്തെ ജാതി വ്യവസ്ഥയിൽ പട്ടികജാതിക്കാർക്കുള്ള ബഹുമാനം എന്നത് അവർ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന തട്ടിൽ നിന്നാണ് വരുന്നത് എന്നതാണ്. അവർക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. പക്ഷെ അവരെ തിരുമാവളവനുമായി ബന്ധപ്പെടുത്തുന്നത് തീർച്ചയായും അദ്ദേഹം പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ഒരു നേതാവാണ്. അവർക്ക് വേണ്ടി, അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ആ സാമൂഹിക വ്യക്തിത്വം വേണം. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ ചുരുങ്ങിയത് PMKക്ക് എൻ്റെ പാർട്ടി, ഞങ്ങളൊരു ഗ്രാമീണ അധിഷ്ഠിത പാർട്ടിയാണ്, ഒരു കാർഷിക. പിന്നെ വിജയ് നഗരത്തിലെ വോട്ടുകൾ കൊണ്ടുപോകുന്നു, വിജയ് പട്ടികജാതി വോട്ടുകൾ കൊണ്ടുപോകുന്നു. അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. പ്രശ്നങ്ങൾ കാരണം അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ശരി, അതുകൊണ്ട് PMKക്ക് തീർച്ചയായും പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ സഖ്യത്തിനും, കാരണം ഞങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത് ഇന്ന് വിജയ്ക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ DMKക്കാണ് വോട്ട് ചെയ്തത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും. അതുകൊണ്ട് ഒരു വലിയ ഭാഗം ഇന്ന് വിജയ്ക്ക് വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭാഗവും DMK സഖ്യത്തിനാണ് വോട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് അവിടെയാണ് ഇപ്പോൾ DMK തോൽക്കാൻ പോകുന്നത്. വിജയ്ക്ക് കുറച്ച് വോട്ടുകൾ കിട്ടും, ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. നിങ്ങൾ ജയിക്കുമെന്ന് പറയുകയാണെങ്കിൽ NDAക്ക് അല്ലെങ്കിൽ ADMK നേതൃത്വം നൽകുന്ന NDAക്ക് ഒരു മുൻതൂക്കമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന 4-5 ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തേത് DMKയുടെ 5 വർഷത്തെ ഭരണമാണ്. പ്രധാന ഘടകം സ്ത്രീ സുരക്ഷയെ അടിസ്ഥാനമാക്കിയുള്ള നിയമവാഴ്ചയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, കുട്ടികളുടെ സുരക്ഷയും. കഴിഞ്ഞ 5 വർഷത്തിനിടെ തമിഴ്നാട്ടിൽ 8700 കൊലപാതകങ്ങൾ നടന്നു. അതിൽ 2100 കൊലപാതകങ്ങൾ സ്ത്രീകളുടേതായിരുന്നു. സ്ത്രീകൾ കൊല്ലപ്പെടുകയായിരുന്നു. അതിൽ 361 പേർ കുട്ടികളായിരുന്നു. അതിൽ 38 കുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു.
തമിഴ്നാട്ടിൽ ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല. എല്ലാ ദിവസവും 35 കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. പക്ഷേ അത് വെറും 10% മാത്രമാണ്. 90% അവർ പുറത്തു പറയുന്നില്ല, നമുക്കറിയില്ല. എല്ലാ ദിവസവും 25 സ്ത്രീകൾക്കെതിരായ കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നു. 62,000 കുട്ടികളിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 62,000 കുട്ടികളെ പീഡിപ്പിച്ച ആളുകൾക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ 27,000 കേസുകൾ പോക്സോയാണ്. ഇതെന്തുകൊണ്ടാണ്? കാരണം ഒരു വശത്ത് മദ്യം, മറുവശത്ത് മയക്കുമരുന്ന്, ലഹരി മരുന്നുകൾ, ലഹരി ഉപയോഗം. പിന്നെ ഇവിടെ മദ്യം വ്യാപകമാണ്. DMK അധികാരത്തിൽ വന്നപ്പോൾ 35,000 കോടിയായിരുന്നു ടാസ്മാക്കിൻ്റെ വരുമാനം. ഇന്ന് 5 വർഷം കൊണ്ട് അത് 56,000 കോടിയാണ്. അവർക്ക് 4,800 ടാസ്മാക്ക് കടകളുണ്ട്. അവർക്ക് ഈ മദ്യം വിൽക്കുന്ന 1,500 ക്ലബ്ബുകളുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും. അവർക്ക് 25,000 സണ്ടക്കടകളുണ്ട്. സണ്ടക്കട എന്നാൽ 2 ടാസ്മാക്ക് കടകൾക്കിടയിലുള്ള 24 മണിക്കൂറും മദ്യം വിൽക്കുന്ന കടകളാണ്. ടാസ്മാക്കിൽ കിട്ടുന്ന അതേ മദ്യം ഇവിടെയും വിൽക്കുന്നു. പിന്നെ നിങ്ങൾ പേര് പറഞ്ഞാൽ മതി, തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ഈ ലഹരി മരുന്നുകൾ കിട്ടും. കഞ്ചാവ് ഇവിടെ വളരെ സാധാരണമാണ്. അത് കൊക്കൈൻ, ഹെറോയിൻ, ഫെൻറ്റാനിൽ, ആംഫെറ്റമിൻ, LSD, മെത്താംഫെറ്റമിൻ എന്തുമാകട്ടെ, അമേരിക്കയിൽ കിട്ടുന്നത് ഇവിടെയും കിട്ടും. പിന്നെ നിങ്ങൾക്ക് അതിവിടെ കിട്ടുമ്പോൾ ഞാൻ നഗരങ്ങളിൽ കാണുന്നില്ല. അതായത് എല്ലാ ഗ്രാമങ്ങളിലും നിങ്ങൾക്കത് കിട്ടും. പിന്നെ പോലീസിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. അത് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് വരുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് യാതൊരു ധാരണയുമില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,200 ടൺ കഞ്ചാവ്, അതായത് ഏകദേശം 22 ലക്ഷം കിലോ കഞ്ചാവ് തമിഴ്നാട്ടിൽ വിറ്റിട്ടുണ്ട്. ഇത് ഞാൻ എന്തോ കെട്ടിച്ചമയ്ക്കുന്നതല്ല. ഇതെല്ലാം സ്ഥിതിവിവര കണക്കുകളാണ്, സർക്കാർ സ്ഥിതിവിവര കണക്കുകൾ. പിന്നെ നിങ്ങൾ ഈ കൊലപാതകങ്ങൾ കാണുന്നു, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ മാസം 2.5 വയസ്സുള്ള ഒരു കുട്ടി ഒരു DMK ജില്ലാ ഭാരവാഹിയാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു. 2.5 വയസ്സ്. 4 മാസം മുൻപ് സ്കൂളിൽ നിന്നും പോയ 8 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവളെ 3 മണിക്കൂറോളം കാണാതായിരുന്നു. പിന്നീട് ശരീരത്തിൽ പോറലുകളുമായി കരഞ്ഞുകൊണ്ട് കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവളെ അവർ കണ്ടെത്തി. അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസം മധുരാന്തകത്ത് 14 വയസ്സുള്ള ഒരു കുട്ടിയെ രണ്ടുപേർ പിന്നെ കഴിഞ്ഞ മാസം തൂത്തുക്കുടിയിലെ 12ാം ക്ലാസ്സുകാരി അവൾ വീട്ടിന് പിന്നിലെ ടോയ്ലറ്റിലേക്ക് പോകാൻ പുറത്തിറങ്ങി. അവൾ ഒരു ദിവസത്തേക്ക് കാണാതായി, ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നോക്കൂ, ഞാൻ 3 പെൺമക്കളുടെ അച്ഛനാണ്. ഇതെന്നെ വിഷമിപ്പിക്കുന്നു, ഇതെന്നെ അലട്ടുന്നു. രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമല്ല, ഇത് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. എനിക്ക് 4 കൊച്ചുമക്കളുണ്ട്. അവരിൽ 3 പേർ പെൺകുട്ടികളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പെൺകൊച്ചുമക്കൾക്ക്, എൻ്റെ കൊച്ചുമക്കൾക്ക്, എൻ്റെ എല്ലാവർക്കും സുരക്ഷ വേണം. പക്ഷേ നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, അയാളൊരു സാധുവാണ്. തൻ്റെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നതെന്ന് തീർത്തും ഒരു പിടിയുമില്ലാത്ത ഒരാൾ. അദ്ദേഹത്തിന് ചുറ്റും 4 ബിസിനസ്സുകാരുണ്ട്, സ്വയം മന്ത്രിമാരെന്ന് വിളിക്കുന്നവർ. ഈ EV വേലു ഒരു ബിസിനസ്സുകാരനാണ്. ഈ ശേഖർ ബാബു മറ്റൊരു ബിസിനസ്സുകാരനാണ്. പിന്നെ ഒരു നെഹ്റു ഉണ്ട്, മറ്റൊരു ബിസിനസ്സുകാരൻ. പിന്നെ നമുക്ക് ഈ സെന്തിൽ ബാലാജിയുണ്ട്, തീർച്ചയായും പ്രശസ്തനായ ബിസിനസ്സുകാരൻ സെന്തിൽ ബാലാജി, മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന കിച്ചൺ ക്യാബിനറ്റിലുള്ളയാൾ. അപ്പോൾ അവർ പണം വാരിക്കൂട്ടുകയാണ്, പണം ഉണ്ടാക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ പേര് ഉപയോഗിക്കാതെ തന്നെ. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിനൊരു പിടിയുമില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത് തൊഴിലില്ലായ്മയാണ്. നിങ്ങൾ വിദ്യാഭ്യാസം നൽകിയ 1,30,00,000 യുവാക്കൾ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പോലും വിദ്യാഭ്യാസമാണെന്ന് ഞാൻ പറഞ്ഞു. അവർ തൊഴിൽ രഹിതരാണ്. അതുപോലെ കർഷകർ, തീർച്ചയായും അവർ ദേഷ്യത്തിലാണ്. 3,280 കർഷകർ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ആത്മഹത്യ ചെയ്തു. കൂടാതെ അദ്ദേഹം ഈ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ അപ്പോൾ ഇവയാണ് പ്രധാന പ്രശ്നങ്ങൾ. വിലക്കയറ്റം. 4 വർഷത്തിനുള്ളിൽ വൈദ്യുതി ബിൽ 56% വർദ്ധിപ്പിച്ചു. 56%. വീട്ടുവസ്തുക്കളുടെ നികുതി, വെള്ളം, ഗതാഗതം എല്ലാം കുതിച്ചുയർന്നു. അതുപോലെ അങ്ങനെ. അതുകൊണ്ട് ജനങ്ങൾ ദേഷ്യത്തിലാണ്. അദ്ദേഹം എല്ലാം നശിപ്പിച്ചു. 2021 DMK അധികാരത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ 74 വർഷം, 47 മുതൽ 2021 വരെ 74 വർഷം തമിഴ്നാടിൻ്റെ മൊത്തം ഭരണപരമായ കടം 4,56,000 കോടിയായിരുന്നു. ഇന്ന് 5 വർഷത്തിന് ശേഷം ഇത് അധികമായി 4,96,000 കോടിയാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ 10 ലക്ഷം കോടി രൂപയുടെ ഭരണപരമായ കടത്തിലാണ് തമിഴ്നാട്. അവർ 5 ലക്ഷം കോടി കടം വാങ്ങിയത് എന്തിനാണ്? 5 ലക്ഷം കോടിയിലെ മൂലധന നിക്ഷേപം
1,66,000 കോടി മാത്രമാണ്. 3,50,000 കോടി കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ വാങ്ങി, അവർ കടം വീട്ടാൻ കടം വാങ്ങി, അവർ പലിശ അടയ്ക്കാൻ കടം വാങ്ങി. ഇതൊരു ഭരണമാണോ? തമിഴ്നാടിന് അത്രയധികം മറ്റെല്ലാ പാർട്ടികളും എന്തായാലും ഇതേ സൗജന്യങ്ങൾ തന്നെയാണല്ലോ നൽകുന്നത്. ഇല്ല, പക്ഷേ ഇത് എല്ലാറ്റിനും അപ്പുറമാണ്. കഴിഞ്ഞ വർഷം അവർ 1,82,000 കോടി കടം വാങ്ങി. ഒരൊറ്റ വർഷം കൊണ്ട് അവർ 1,82,000 കോടി കടം വാങ്ങി. അതിലെ മൂലധന നിക്ഷേപം വെറും 52,000 കോടിയാണ്. പക്ഷെ കഴിഞ്ഞ വർഷം രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ GDP വളർച്ച അവർക്കായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കഴിയുമായിരുന്നതെല്ലാം കഴിഞ്ഞ വർഷം. പക്ഷേ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് അത് വെറും എനിക്കതെല്ലാം ന്യായീകരിച്ച് ബ്ലാ 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 എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. പെട്ടെന്നൊരു ചോദ്യം മാത്രം. അതെ, താഴെ തട്ടിലുള്ള ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് മാറ്റം വേണമെന്ന്. പക്ഷേ ആ ദ്വികക്ഷി സമ്പ്രദായത്തിൽ നിന്നൊരു മാറ്റം വേണമെന്നും അവർ പറയുന്നു. നിങ്ങൾക്കറിയാലോ, ഒരു തവണ അത് DMK, അടുത്ത തവണ അത് AIDMK. അതിൽ നിന്നും അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. DMKക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നത് മാത്രമല്ല കാര്യം, അവർക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും വേണം. അതെ, തീർച്ചയായും. തമിഴ്നാട് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാരണം 2016 കാരണം ഞാൻ തനിച്ചു നിന്നു. മാറ്റ മുന്നേറ്റം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അത് മാറി മറിയാൻ പോവുകയാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും അത് മാറി മറിയുന്നുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെയാണ്. അതാണ് മറ്റൊരു കാരണം എന്തുകൊണ്ട് DMK തിരികെ വരാൻ പോകുന്നില്ല, ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ. പക്ഷേ അവർക്ക് ഈ രണ്ട് പാർട്ടി സമ്പ്രദായത്തിൽ നിന്ന് ഒരു മാറ്റം വേണം. ഇല്ല, അത് തന്നെ. DMKയും AIDMKയും കൂടി ഒരിക്കൽ. അതെ, ഞാനിത് നിഷേധിക്കുന്നില്ല. അവർക്കത് താഴെത്തട്ടിൽ ഒരുപാട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുപോലെ നോക്കൂ, നിങ്ങൾക്കത് താഴെത്തട്ടിൽ കേൾക്കാം. ഞാനിത് നിഷേധിക്കുന്നില്ല. പക്ഷേ അടുത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കൂ, ഞാൻ 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആളുകൾ ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പിന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അവർ കാണുമ്പോൾ ഓക്കെ, അവൻ ജയിക്കാൻ പോകുന്നില്ല, ഞാൻ എന്തിന് എൻ്റെ വോട്ട് പാഴാക്കണം, അതുകൊണ്ട് ഞാൻ DMK എതിർക്കുന്ന പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യും. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയിൻ്റെ കാര്യത്തിലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്തുണയുണ്ടാകാം. പക്ഷേ വോട്ട് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ, ബൂത്തിലേക്ക് പോകുമ്പോൾ 1 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് അവർ പറയും, ജയിക്കാൻ പോകുന്നില്ലാത്ത വിജയ്ക്ക് എന്തിനാണ് എൻ്റെ വോട്ട് കൊടുത്ത് എൻ്റെ വോട്ട് പാഴാക്കുന്നത് എന്ന്. അപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നു. അത് ഇതിനകം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് വീണ്ടും ഒരു വലിയ പോയിൻ്റാണ്. അതുവഴി ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. ഒരു തൂക്കുസഭയാണെങ്കിൽ നിർണായക ശക്തിയാകാൻ നിങ്ങൾക്ക് മതിയായത് കിട്ടിയേക്കാം. അപ്പോൾ നിങ്ങൾ കൂറുമാറും. അതായിരിക്കാം. ഇല്ല, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. AIADMK അധികാരത്തിൽ വരും. നന്ദി. അത് AIADMK സർക്കാരായിരിക്കും. AIADMK വരും. അതായിരിക്കും AIADMK അധികാരത്തിൽ വരും. നന്ദി പ്രണവ്.